ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. DIY ആയി സബ് വൂഫർ ഉണ്ടാക്കുന്ന നമ്മളെപ്പോലെ സബ് വൂഫറൊക്കെ നിർമ്മിക്കുന്ന ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് നല്ല ക്വാളിറ്റിയുള്ള സബ് വൂഫർ ഡ്രൈവേഴ്സ് കിട്ടില്ല എന്നുള്ളത്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അധികവും ഡ്യൂപ്ലിക്കേറ്റ് സബ് വൂഫേഴ്സാണ് വരുന്നത്. ഹാൻഡ് അസംബിൾ ചെയ്ത സബ് വൂഫേഴ്സ് ആയിരിക്കും പലപ്പോഴും കിട്ടുക. നല്ല ക്വാളിറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്ക് വാങ്ങാവുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ സബ് വൂഫേഴ്സിനെ പറ്റിയിട്ടാണ്. 5 സബ് വൂഫേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ പല യൂട്യൂബ് വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും ഇവൻ വീട് കുലുക്കും, ഇവൻ മറ്റേ സംഭവമാണെന്നൊക്കെ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ശരിക്കും വീട് മാത്രമല്ല ഒരു ഏരിയ തന്നെ കുലുക്കാൻ പ്രാപ്തരായിട്ടുള്ള സബ് വൂഫേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ കഴിയും. ഇതിന് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ സൈറ്റ്സ് സെല്ല് ചെയ്യുന്ന സബ് വൂഫേഴ്സാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് പിയർലെസ് കമ്പനിയുടെ പിയർലെസ് ബൈ ടിംഫാനി. ഏർലിയർ പിയർലെസ് ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു. ഇപ്പോൾ പിയർലെസ്സിന് ടിംഫാനി എന്നൊരു കമ്പനി വാങ്ങിച്ചു. ഇന്ത്യയിലും പിയർലെസ്സിന് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പിയർലെസ് ഫാബ്രിക്കേൻ എന്ന കമ്പനി അതിപ്പോൾ പൂട്ടിപ്പോയി, ഇപ്പോൾ അവർ പ്രൊഡക്ഷനിലില്ല. അപ്പോൾ പിയർലെസ് ബൈ ടിംഫാനി എന്ന കമ്പനിയുടെ XXLS P835017 എന്ന 12 ഇഞ്ച് സബ് വൂഫറാണ്. ഈ സബ് വൂഫറിൻ്റെ പ്രത്യേകത ഇതൊരു അലൂമിനിയം കോൺ സബ് വൂഫറാണ്. കാസ്റ്റ് അയണിൻ്റെ ഫ്രെയിമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിന് വലിയ സ്റ്റാക്ക്ഡ് ആയിട്ടുള്ള 2 സ്റ്റാക്കായിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 175 വാട്ട്സ് RMS 175 വാട്ട്സ് RMSും പീക്ക് പവർ 350 വാട്ട്സുമാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി വരുന്നത് 22 ഹെർട്സ് ആണ്. ഇത് നമുക്ക് സീൽഡായിട്ടും വെൻറ്റഡായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ സീൽഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 49 ഹെർട്സ് വരെ ഇത് താന്ന് കിട്ടുള്ളൂ. പക്ഷേ വെൻറ്റഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 29 ഹെർട്സ് വരെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു 2.64 ക്യൂബിക് ഫീറ്റിൻ്റെ ഒരു ബോക്സാണ് വേണ്ടി വരുന്നത്. 2.64 ക്യൂബിക് ഫീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരടിയുടെ സൈഡുള്ള എല്ലാ സൈഡും ഒരടിയുടെ ഉള്ളൊരു ബ്ലോക്ക് നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലത്തെ ഇൻറ്റു 2.65, ഇപ്പോൾ ഏകദേശം ഒരു 3 അടിയുടെ അത്രയും വരുന്ന ഒരു ബോക്സ്. അപ്പോൾ അത്രയുമുള്ളൊരു ബോക്സാണ് നമുക്ക് വേണ്ടി വരിക ഇതിന്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 4ാം സ്ഥാനത്തുള്ളത് ഡേറ്റോൺ എന്ന കമ്പനിയുടെ RSS 315HO എന്ന സബ് വൂഫറാണ്. ഇതൊരു ഡുവൽ വോയിസ് കോയിൽ സബ് വൂഫറാണ്. ഇതും 12 ഇഞ്ചിൻ്റെ തന്നെ സബ് വൂഫറാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4 ഓമിൻ്റെ വോയിസ് കോയിൽസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് 4 ഓമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 2 ആംപ്ലിഫയേഴ്സ് കൊടുക്കണം. അതല്ല 8 ഓമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് പാരൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓംസ് ആയിട്ട് വരും. അപ്പോൾ 2 ഓംസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ആംപ്ലിഫയർ വേണ്ടി വരും. 2 ഓം ഇംപീഡൻസ് എടുക്കാവുന്ന ആംപ്ലിഫയർ വേണ്ടി വരും. ഇതിൻ്റെ RMS വരുന്നത് 700 വാട്ട്സ് ആണ് വരുന്നത്. നല്ല കിഡിലൻ RMS ആണ് വരുന്നത് 700 വാട്ട്സ്. മാക്സിമം പവർ ഹാൻഡ്ലിംഗ് 1400 വാട്ട്സ് ആണ്. 1400 വാട്ട്സ് വരെ അത് എടുക്കും. ഇതിനൊരു 2.58 ഇഞ്ചുള്ള വോയിസ് കോയിലാണ് വരുന്നത്. ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി വരുന്നത് 21 ഹെർട്സ് ആണ് വരുന്നത്. നമുക്കിത് ബോക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ബോക്സിൽ നമുക്ക് വളരെ വളരെ ലോ ഫ്രീക്വൻസി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു 27 ഹെർട്സ് ഒരു 1.36 ഫീറ്റ് ക്യൂബിക് ഫീറ്റുള്ള ബോക്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സബ് വൂഫറിൻ്റെ ബോക്സിനേക്കാളും ഒരു പകുതി മാത്രം മതി ഇതിൻ്റെ ബോക്സിന്. പക്ഷേ ഇത് 27 ഹെർട്സ് വരെ ഇതെടുക്കും. ഇതിൻ്റെ വാട്ടേജും കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും കൂടുതലാണ്. 27,000 രൂപയാണ്, ഏകദേശം 27,000 രൂപയാണ് ഈ സബ് വൂഫറിന് പ്രൈസ് വരുന്നത്. നമ്പർ 3 പൊസിഷനിൽ ഡേറ്റോണിൻ്റെ തന്നെ ഇപ്പോൾ കണ്ട ഡ്രൈവറിൻ്റെ തന്നെ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇത് 15 ഇഞ്ച് ഡ്രൈവറാണ്. അലൂമിനിയം കോൺ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് വരുന്നത് 4 ഓമിൻ്റെ കോയിലാണ് വരുന്നത്. ഇതിൻ്റെ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്. പക്ഷേ ഇത് 800 വാട്ട്സ് എടുക്കും. അതുപോലെ തന്നെ RMS 800ഉം ഇതിൻ്റെ പീക്ക് 1600 വാട്ട്സ് വരെയും എടുക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഒരു F3 വരുന്നത് മീൻസ് ഒരു 2.7 ക്യൂബിക് ഫീറ്റിലുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 30 ഹെർട്സ് വരെ നമുക്കിതിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത്
33,000 ചില്ലാൻ റുപ്പിയാണ് വരുന്നത്. ടാക്സ് അടക്കം വരുന്ന പ്രൈസ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതും ഇതിന് മുമ്പ് കണ്ടതും ആൾമോസ്റ്റ് സിമിലർ ആണ്. ഏകദേശം ഒരു 5,000 രൂപയുടെ കൂടുതൽ ഡിഫറൻസ് ഉണ്ട് പ്രൈസിന്. പക്ഷേ അത്ര ഒരു വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് പെർഫോമൻസിൽ കിട്ടില്ല. ചെറിയ ബോക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് കണ്ട RS315HO എന്നുള്ള DVC സബ്വൂഫർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയാണ് നമ്മൾ ഭീകരന്മാരെ പരിചയപ്പെടുന്നത്. സബ്വൂഫേഴ്സിലെ നല്ല ഭീകര പെർഫോമൻസ് ഉള്ള സംഭവങ്ങളാണ് ഇനി കാണുന്ന 2 സബ്വൂഫേഴ്സ്. ആക്ച്വലി ഇത് 4ഉം 2ഉം 1ഉം സ്ഥാനമല്ല, 2ഉം ഏകദേശം 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പിയർലെസ്സിൻ്റെ STW350F. ഇതൊരു 15 ഇഞ്ച് സബ്വൂഫറാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് അലൂമിനിയം കോൺ സബ്വൂഫേഴ്സാണ്. ഇത് കാർബൺ ഫൈബറും പേപ്പറും കൂടിയുള്ള ഒരു കമ്പോസിറ്റ് കോണാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ വോയിസ് കോയിലിൻ്റെ സൈസ് 7.4 ഇഞ്ചാണ്. ആലോചിക്കണം അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 7.4 ഇഞ്ചിൻ്റെ വോയിസ് കോയിലാണ് വരുന്നത്. പിന്നെ ഇത് ഡ്യുവൽ 8 ohm വോയിസ് കോയിലാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ കാസ്റ്റ് അയണിൻ്റെ ബോഡിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ RMS കേട്ട് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഞെട്ടും. RMS 3500 വാട്ട്സ് ആണ് RMS വരുന്നത്. 3500 വാട്ട്സ്. ഇതൊരു കൊമ്പൻ തന്നെയാണ് ഈ സംഭവം. പിന്നെ ഇതിൻ്റെ പവർ ഹാൻഡ്ലിങ് ഇത് മാക്സിമം 5000 വാട്ട്സ് വരെ ഇത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആംബിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര പവറുള്ള ആംപ്ലിഫയർ വേണം ഇവനെന്നുള്ളത്. പിന്നെ ഇത് 24 ഹെർട്സ് വരെ നല്ല കിഡിലൻ ബേസ്, അതായത് 24 ഹെർട്സ് വരെയുള്ള സൗണ്ട് ജസ്റ്റ് 2.88 ക്യൂബിക് ഫീറ്റിൽ 2.88 അതായത് 3 ക്യൂബിക് ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 24 ഹെർട്സ് വരെ കിട്ടും. അതും 3500 വാട്ട്സ് വരെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സബ്വൂഫറാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കേ വേണ്ട. ഇത് സാധാരണ ആളുകൾ പറയുന്ന പോലെ വീട് കുലുക്കുന്ന സബ്വൂഫേഴ്സിനെ പറ്റി പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവൻ വീട് തകർക്കും, വീട് പരിപ്പാക്കി കളയുവൻ, അതുപോലത്തെ ഒരു സബ്വൂഫറാണത്. നമ്മൾ അടുത്തത് കാണുന്നത് UM18 അൾട്ടിമാക്സ്, നമ്മുടെ അൾട്ടിമേറ്റ് സബ്വൂഫർ എന്ന് തന്നെ പറയാം ഇതിന്. ഇത് ഡേറ്റോണിൻ്റെ ആണ്. ഇത് നോമെക്സ് കോൺ അല്ലെങ്കിൽ നോമെക്സ് ഗ്ലാസ് ഫൈബറും കൂടിയുള്ള ഒരു കോമ്പോസിറ്റ് കോണാണ് ഇതിൽ വരുന്നത്. ഇത് 2 ohm വോയിസ് കോയിലാണ് വരുന്നത്, ഡ്യുവൽ വോയിസ് കോയിലാണ് വരുന്നത്. ഇത് 1000 വാട്ടേ എടുക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടത് 3500 വാട്ട്സ് എടുത്തു. പിന്നെ ഇതിൻ്റെ പീക്ക് വരുന്നത് 2000 വാട്ട്സാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ശരിക്കും ഇതല്ലേ ഇതിന് മുമ്പ് മറ്റതല്ലേ ഇതിന് മുമ്പുള്ള പിയർലെസ്സിൻ്റെ STW350 അല്ലേ നമ്പർ 1 വരണ്ടേന്ന്. പക്ഷേ ഇതിന് ഒരു കഴിവുണ്ട്. ഇത് 16 ഹെർട്സ് വരെ, അതായത് ഇൻഫ്രാസോണിക്സ് വരെ ഈ സാധനം എടുക്കും. അതായത് 16 ഹെർട്സിലുള്ള ബേസ്, ഗംഭീര ബേസ് ആയിരിക്കും. നമ്മുടെ ബോഡി അറിയണ ബേസ് വരെ ഇവനെടുക്കുന്നു. അത്ര ഭീകരനായിരിക്കും സംഭവം. വലിയ ബോക്സ് വേണം. ഏകദേശം 12 ക്യൂബിക് ഫീറ്റിൻ്റെ ബോക്സ് ഇതിന് വേണ്ടി വരും. പക്ഷേ ഈ സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത് തകർക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40,000 റുപ്പീസാണ്. ഏകദേശം 42,000 റുപ്പീസിൻ്റെ അടുത്ത് ഇതിന് പ്രൈസ് വരും. പക്ഷേ അത് മുതലാണ്, വർത്താണ്. നമുക്കതിന് അതുപോലത്തെ ഒരു ആമ്പും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം തകർക്കും. അപ്പോൾ നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ് DIY എക്സ്പീരിയൻസ് ആണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ UM18 അല്ലെങ്കിൽ പിയർലെസ്സിൻ്റെ STW350F ഇതെല്ലാം ഇന്ത്യയിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പുറത്തുള്ള അമേരിക്കയിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓൺലൈനിൽ ഇവിടെ തന്നെ നമുക്ക് ലോക്കലി വാങ്ങിക്കാൻ പറ്റും. ഇതിന് വേറെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഡ്രൈവേഴ്സ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഓഡിയോയിൽ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അല്ലെങ്കിൽ ടെക്നോളജിയിൽ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.